അപ്പോൾ ഇപ്രാവശ്യത്തെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിലെ കാൻഡിഡേറ്റ് ആയിട്ട് നമ്മൾ ആരും തന്നെ പറയാത്ത ഇദ്ദേഹം ഈ പത്മരാജൻ എന്ന പേരുള്ള 56 വയസ്സുകാരൻ ഒരു ഡോക്ടർ കൂടിയാണ്. അദ്ദേഹം ഒരു ഹോമിയോപ്പത്തിക് ഡോക്ടറാണ്. അപ്പോൾ ഹോമിയോപ്പത്തിക് ഡോക്ടർ മാത്രമല്ല, അദ്ദേഹം ഒരു നല്ലൊരു ബിസിനസ്മാൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ടസ്റ്റ് ചെയ്യുന്ന ഇലക്ഷനുകളിൽ അദ്ദേഹം ഇലക്ഷൻ ക്യാമ്പയിനുകൾക്ക് അദ്ദേഹം പൈസ എറിയാറില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ റെക്കോർഡ് വെച്ച് 15 വർഷമായിട്ട് മത്സരിക്കുന്ന ആളാണ്. 180-ലധികം മത്സരങ്ങൾ ഇലക്ഷനുകൾ നേരിട്ട ആളാണ്. 28ഓളം തവണ ലോക്സഭയിലേക്കും 5 തവണ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ടും ഇത്തരത്തിൽ എവിടെ ഒരു ഇലക്ഷൻ ഉണ്ടോ അവിടെയെല്ലാം നമുക്ക് ഇദ്ദേഹത്തെ കാണാം. ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലേക്ക് വന്ന ഏറ്റവും അധികം സക്സസ്ഫുൾ കാൻഡിഡേറ്റ് എന്ന പേരിൽ വന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയെ കാണണമെങ്കിൽ ഒന്ന് അഭിനന്ദിക്കുക അദ്ദേഹത്തിന്റെ ഈ ഒരു ഡിറ്റർമിനേഷനെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോട്ടെ. അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മൾ സംസാരിക്കുന്നത് കർക്കിടക മാസത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ കർക്കിടക മാസത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കർക്കിടക മാസത്തിൽ ചെയ്യേണ്ട ചടങ്ങുകളുണ്ടോ, അല്ലെങ്കിൽ പ്രത്യേക ആചാരക്രമങ്ങളുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ സർ? കർക്കിടക മാസത്തിൽ പൊതുവെ പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കണ്ടുവന്നത്. അതായത് കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ഇവിടെ കോരിച്ചൊരിയുന്ന പേമാരിയും, അതായത് പഴയ കാലങ്ങളിലൊക്കെ ഇന്നുള്ളതിനേക്കാളും ഗംഭീരമായ മഴ, അങ്ങനെ മഴയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പല വർഷങ്ങളായിട്ട് നമുക്ക് മഴയെല്ലാം വളരെ കുറവാണ്. ഇപ്പോൾ ഈ വർഷം എന്നിരുന്നാലും മഴ കൂടുതൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും ഇരിക്കുന്നു. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പണ്ട് കാലങ്ങളിൽ ഈ പഞ്ഞമാസം എന്നാണ് കർക്കിടക മാസം അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ പഞ്ഞമാസത്തിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് രാമായണ മാസം എന്നൊരു വിശേഷണം കൂടി മാസത്തിന് കൊടുത്തിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. ഈ കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യം രാമായണ മാസാചരണം ഇപ്പം നിങ്ങളെല്ലാം വേണ്ടി ശ്രദ്ധിക്കാവുന്നതാണ്. കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യം ശരിക്കും കണക്കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് തോന്നിയിട്ടുള്ളത്, കേരളത്തിലെ ഈ മഴ ഇത്ര ഗംഭീരമായി കോരിച്ചൊരിയുന്ന ഈ മഴയത്ത് പൂർവിക ആചാര്യന്മാർ അതായത് ഏറ്റവും കൂടുതൽ കൃഷിയെ അനുകൂലിച്ച് കഴിഞ്ഞിരുന്നൊരു കാലഘട്ടത്തിൽ ഈ കൃഷിക്ക് കൂടുതൽ വർക്ക് ചെയ്യാനൊന്നും പറ്റാതിരുന്ന ഒരു സമയത്ത് പഞ്ഞമാസം, അതായത് വേറെ ഇപ്പോഴാണ് കൂടുതൽ ബിസിനസ്, വ്യവസായങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഇതിനു മുൻകാലങ്ങളിൽ ഇങ്ങനെയൊന്നും ഇല്ലാതെ കൃഷിയെ മാത്രം ആശ്രയിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ കൃഷിക്ക് പറ്റാതിരുന്ന അതിന് മിഥുനമാസത്തിൽ വിത്തെല്ലാം വിതയ്ക്കുകയും അതിനുശേഷം അതിൻ്റെ അടുത്ത പണികളൊന്നും നടത്താൻ പറ്റാതെ അത്രയും പേമാരി കോരിച്ചൊഴിയുമ്പോൾ നമ്മളുടെ നാടുകളിലെ തോടുകളും പുഴകളും എല്ലാം ജലത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് വറുതിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞിരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിന് അതിജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശരിക്കും പറഞ്ഞ പൂർവിക ആചാര്യന്മാർ കർക്കിടക മാസം രാമായണ മാസം ആചരിക്കുക, രാമനാമം ജപിക്കാനെല്ലാം പറഞ്ഞ് കൊടുത്തിരുന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിലെ ഒരു വിശേഷണം എന്താണെന്ന് വെച്ചാൽ, കർക്കിടക മാസത്തിൽ ഭവനങ്ങളിൽ എല്ലാവരും, അതായത് പണ്ട് കാലങ്ങളിൽ ഈ രാമായണം വായിക്കുക ഇങ്ങനെയുള്ള അറിവുകളെല്ലാം മേൽത്തട്ടിലുള്ള ആളുകൾക്ക് മാത്രമേ അറിയാൻ പാടുണ്ടായിരുന്നുള്ളൂ. സാധാരണ കീഴ്ത്തട്ടിലുള്ള ആളുകൾക്കൊന്നും ഈ കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യമോ അതിൻ്റെ ആചരണമോ ഇതൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ കാലം മാറിയപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ചെല്ലാം അറിയാം. അപ്പോൾ രാമായണം വായിക്കുന്നു, നമുക്കൊരു മനസ്സമാധാനം കിട്ടുന്നു, അങ്ങനെയുള്ള രീതിയിലേക്ക് വരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു അപജയം എന്താണെന്ന് വെച്ചാൽ, കർക്കിടക മാസം രാമായണ മാസം ആചരിക്കുന്നു, അതെല്ലാം നല്ല കാര്യം തന്നെ. അതിൻ്റെ കൂടെ ഒരു 10-12 വർഷമായിട്ട് നാലമ്പല ദർശനം എന്ന് പറയുന്ന ഒരു സംഭവം കടന്നു വന്നിട്ടുണ്ട്. നാലമ്പല ദർശനം കർക്കിടക മാസം ഒരു 10-12 വർഷത്തിനുള്ളിൽ വന്നൊരു സമ്പ്രദായം. അപ്പോൾ നാലമ്പല ദർശനം എന്ന് പറഞ്ഞാൽ ഇവർ കുറച്ച് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു കുതന്ത്രമാണ്. അല്ലാതെ നമുക്ക് ഒരിക്കലും ഇതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം ഈ വാഹനങ്ങൾക്കൊക്കെ ഓട്ടമില്ലാതെ കിടക്കുന്നൊരു മാസമാണ് കർക്കിടക മാസം. കാരണം വിവാഹവും നടക്കില്ല. നമ്മുടെ ആചാരങ്ങളനുസരിച്ച് വിവാഹം, അതേപോലെ ആഘോഷങ്ങളൊന്നും നടക്കാത്ത ശുഭകർമ്മങ്ങൾക്കൊന്നും തിരഞ്ഞെടുക്കാത്തൊരു മാസം. അതെ, അതാണ് നമ്മുടെ വിശ്വാസം അനുസരിച്ച്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ക്രയവിക്രയങ്ങളൊന്നും നടക്കാതെ വാഹനങ്ങൾക്ക് ഓട്ടോ ഇല്ലാതെയൊക്കെ വിഷമിച്ചിരുന്നപ്പോൾ ഏതോ ഒരു ആചാര്യനോ അതോ ചില വണ്ടി സംഘടനകളോ അങ്ങനെ അവർക്ക് തോന്നിയ ഒരു ഐഡിയയാണ് ഈ കർക്കിടക മാസം നാലമ്പല ദർശനത്തിന് ഏറ്റവും ഉത്തമമാക്കി എടുക്കുക. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ, ഈ നാലമ്പല ദർശനം, നാലമ്പലങ്ങളുള്ള, അപ്പോൾ ദശരഥപുത്രന്മാരായ ദശരഥികൾ എന്ന് പറയുന്ന ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഈ 4 സഹോദരന്മാരുടെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനെയാണ്, അതായത് ഒരേ ദിവസം തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് 4 ദർശനങ്ങൾ നടത്തി വന്ന് സമാപിക്കുന്നതിനാണ് നാലമ്പല ദർശനം എന്നുള്ള
ഒരു വ്യാഖ്യാനം വന്നിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് രണ്ടാമത് ഭരതക്ഷേത്രത്തിൽ കൂടൽമാണിക്യം, മൂന്നാമത് മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ, നാലാമത് പായ്മൽ ശത്രുഘ്ന സ്വാമി, അങ്ങനെ 4 ഇതായിരുന്നു പണ്ട് നിഷ്കർഷിച്ചിരുന്ന ഒരു കണക്ക്. അപ്പോൾ ഈ ട്രാവൽസുകാരെല്ലാം എന്ത് ചെയ്യുന്നു വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ശ്രീരാമനെ ആദ്യം കണ്ടിട്ട് 3 അനുജന്മാരെയും കൂടി കണ്ട് തിരിച്ച് ശ്രീരാമൻ്റെ സന്നിധിയിൽ വന്ന് വീണ്ടും കാണുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് സാധിക്കില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ തിരക്കെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ഈ 4 ഓർഡറിൽ പോയി കഴിഞ്ഞാൽ 4 ദർശനം നടത്താൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഓർഡർ, അതായത് ഈ ശ്രീരാമനെ കാണുന്നവർ ആദ്യം ശ്രീരാമനെ കണ്ടിട്ട് പിന്നീട് പോകുന്ന വഴിക്ക് മൂഴിക്കുളത്ത് ലക്ഷ്മണനെ കണ്ട് അത് കഴിഞ്ഞിട്ട് ഭരതനെ കണ്ട് പിന്നീട് പോയി പായ്മൽ ശത്രുഘ്നെ കാണുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പലർക്കും. അപ്പോൾ എന്താണ് ഇതിൻ്റെ, മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു സംഭവം തന്നെ കർക്കിടക മാസത്തിൽ രാമായണ മാസം ആചരിക്കുന്നു, അല്ലെങ്കിൽ ഈ ദാശരഥ പുത്രന്മാരെ കാണുന്നു, അതൊരു അനുഗ്രഹമായിട്ട് കിട്ടുന്നു എന്നുള്ള രീതിയിൽ കുറച്ച് വണ്ടിക്കാർ കൊണ്ടുവന്നൊരു സമ്പ്രദായം തന്നെയാണ്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് വെച്ചാൽ ശ്രീരാമൻ ജനിച്ചത് മേടമാസത്തിലാണ്. നമ്മൾ മുൻപൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, അർക്കൻ ഉച്ചത്തിൽ അർക്കപുത്രനും ഉച്ചത്തിൽ നിന്നാണ് രാമായണത്തിലെ ശ്ലോകം എടുക്കുന്നത്. അർക്കൻ എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പോൾ അർക്കൻ ഉച്ചത്തിൽ വരുന്നത് മേടമാസത്തിലാണ്. അർക്കപുത്രൻ എന്ന് പറയുന്നത് ശനിയാണ്. ശനി തുലാമിൽ, ആ കാലഘട്ടത്തിൽ ശ്രീരാമൻ ജനിച്ച സമയത്ത് തുലാം രാശിയിൽ ശനി നിന്നിട്ടുണ്ടാകും. അതേപോലെ മേടത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അതാണ് അർക്കൻ ഉച്ചത്തിൽ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ശ്രീരാമൻ ജനിച്ച സമയത്ത് 4-5 ഗ്രഹങ്ങൾ ഉച്ചം ചെയ്യുന്നുണ്ട്. അതായത് വ്യാഴം കർക്കിടകത്തിൽ ഉച്ചം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദമായ പുണർദം കാൽ എന്ന് പറയുന്ന കർക്കിടക രാശിയിൽ, ഈ കർക്കിടക രാശിയിലേക്ക് പുണർദം കാലിൽ ശ്രീരാമൻ ജനിച്ചതുകൊണ്ട് വ്യാഴവും ചന്ദ്രനും കൂടി കർക്കിടകത്തിൽ ഉച്ചം ചെയ്യുന്നു. അതേപോലെ ചൊവ്വ മകരൻ രാശിയിൽ ഉച്ചം ചെയ്യുന്നു. ഇങ്ങനെ 5 ഗ്രഹങ്ങൾ ഉച്ചം ചെയ്യുന്ന ഒരു സമയത്താണ് ശ്രീരാമചന്ദ്രൻ്റെ ജനനം കാണിക്കുന്നത്. അപ്പം മേടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ജനിച്ചിരിക്കുന്നത്. അപ്പം ജനനമാസമാണ് കണക്ക് കൂട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും മേടമാസത്തിലായിരിക്കണം ഈ പറഞ്ഞ നാലമ്പല ദർശനത്തിൻ്റെ പ്രസക്തി. അപ്പോൾ ഇത് തന്നെ അവിടെ തെറ്റിക്കുകയാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക, ഇതിൻ്റെ അകത്ത് കർക്കിടകം എന്ന് പറയുന്ന കള്ളക്കർക്കിടകം പഞ്ഞമാസം അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് പൂർവികാചാര്യന്മാർ രാമായണ മാസമായിട്ട് രാമായണം ഭവനങ്ങളിൽ വായിച്ച് നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുന്നു, ഭക്ഷണത്തിന് നിവൃത്തിയില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം, ഇതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാവിലെ മുതൽ രാമായണം വായിക്കുക, വൈകിട്ട് വരെ രാമായണം വായിച്ചിരുന്നാൽ ഒരു നേരം ഭക്ഷണത്തിലേക്ക് വരിക. അപ്പോൾ പരമാവധി ചെലവ് ചുരുക്കുക, വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ പോലും അതിനെ അതിജീവിക്കുന്നതിന് ഭഗവാനോട് പ്രാർത്ഥിച്ചിരിക്കുക. ഇങ്ങനെ നമുക്ക് തന്നൊരു സമ്പ്രദായമാണ് ഈ പറഞ്ഞ കർക്കിടക മാസ രാമായണ മാസാചരണം. അപ്പോൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നാലമ്പല ദർശനം കർക്കിടകത്തിൽ സാധിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എന്തോ നമുക്ക് കൊണ്ടുതരും എന്നൊക്കെ അബദ്ധ ജടിലമായിട്ട് ഒത്തിരി പേര് ലീവ് എടുത്ത് ഒരുപാട് പരിപാടികളെല്ലാം മാറ്റിവെച്ചിട്ടെല്ലാം ഓടിക്കൂടുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ കർക്കിടക മാസത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ശ്രീരാമചന്ദ്രനെ കാണുന്നതിന് ഒരു പ്രാധാന്യവും ഇല്ല എന്നുള്ളൊരു സത്യം ആദ്യം അറിഞ്ഞിരിക്കുക. കുട്ടികളുടെ ക്ലാസ്സൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ പിന്നിൽ വെപ്രാളപ്പെട്ടൊന്നും അങ്ങനെ ഓടേണ്ട യാതൊരു കാര്യമില്ല. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കർക്കിടക മാസത്തിൽ വേണമെങ്കിൽ ഭഗവാനെ പോയി കാണാം, ഏത് മാസത്തിലും നാലമ്പല ദർശനം നടത്താം. ഏറ്റവും കൂടുതൽ നാലമ്പല ദർശനത്തിൻ്റെ പ്രാധാന്യം മേടമാസത്തിലാണ്. ഭഗവാൻ ജനിച്ചത്, ശ്രീരാമചന്ദ്രൻ ജനിച്ചത് മേടത്തിലാണ്. അപ്പോൾ ആ ഒരു രീതിയാണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ മേടമാസമായിരിക്കും ഉത്തമം. അല്ലാതെ കണ്ടിട്ട് മേടമാസം ആകുമ്പോൾ ഒരു ഗുണം കൂടിയുണ്ട്, കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ കുട്ടികളുടെ ക്ലാസ്സും കളഞ്ഞിട്ട് മഴയത്ത് നനഞ്ഞൊലിച്ച് അത്ര കണ്ട് തത്രപ്പെട്ടൊന്നും ഇതിൻ്റെ പിന്നാലെ ഓടേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെയുള്ള സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. പിന്നെ ഭഗവാനെ കാണാൻ പോകുമ്പോൾ നാലമ്പല ദർശനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം ശ്രീരാമനെ കണ്ട് രണ്ടാമത് ഭരതനെ കാണണം. അല്ലാതെ രണ്ടാമത് ലക്ഷ്മണനെ കണ്ടു കഴിഞ്ഞാൽ, നമ്മളുടെ രാമായണമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കളോടുള്ള സ്നേഹം, ഇതെല്ലാമാണ് നമ്മുടെ പുരാണങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ആ പുരാണം കാണിച്ചു തരുമ്പോൾ ഈ രാമായണത്തിൽ ഈ ശ്രീരാമൻ്റെ കൂടെ എപ്പോഴും നിഴൽ പോലെ നടക്കുന്നത് ലക്ഷ്മണനാണ്. ലക്ഷ്മണന് 3ാം സ്ഥാനമാണുള്ളത്. അപ്പോൾ ഒരിക്കലും ഭഗവാൻ ചേട്ടനെ, അതായത് ഭരതനെ കണ്ടിട്ടല്ലാതെ തൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗുണത്തേക്കാളേറെ നിങ്ങൾക്ക് അവിടെ ദോഷം സംഭവിക്കും എന്നുള്ള സത്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. വണ്ടിക്കാരൻ്റെ സൗകര്യത്തിന് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മളൊരു ഗ്യാങ്ങായിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഈ ഗ്യാങ് അങ്ങനെയെല്ലാം കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് നാലമ്പല ദർശനം നടത്തിയതിൻ്റെ പുണ്യം കിട്ടുമെന്നുള്ളതിനേക്കാൾ ഉപരി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കൂടെ തോഴനായി നടക്കുന്ന ലക്ഷ്മണൻ്റെ കോപം, ഉഗ്രകോപിയാണ് ലക്ഷ്മണൻ, അതായത് അനന്തൻ്റെ അവതാരമായിട്ടാണ് ഭഗവാനെ കണക്കൂട്ടുന്നത്. അപ്പോൾ ലക്ഷ്മണൻ്റെ കോപം ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള സത്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ദൈവിക വഴിയിലൂടെ വരുമ്പോൾ, രാമായണം ഉത്കർഷിച്ച് വരുമ്പോൾ ഭഗവാനെ 4 പേരെയൊക്കെ കണ്ടാൽ
അതിൻ്റെ ഗുണം കിട്ടും. അതേപോലെ ഓർഡർ തെറ്റിച്ച് ആദ്യം ശ്രീരാമനെ കണ്ടതിന് ശേഷം രണ്ടാമത് ഭരതനെ കാണണം, മൂന്നാമത് ലക്ഷ്മണനെ കാണണം, നാലാമതും ആയിരിക്കണം ശത്രുഘ്നെ കാണേണ്ടത്. ശത്രുഘ്നാണ് നമുക്ക് ശത്രു നിഗ്രഹം നടത്തി തരുന്നത് എന്നാണ് നമ്മളുടെ വിശ്വാസം. അപ്പം നിങ്ങൾ അബദ്ധത്തിലൂടെ ആദ്യം ശ്രീരാമനെ കണ്ട് പിന്നീട് ലക്ഷ്മണനെ കാണാൻ പോയി കഴിഞ്ഞാൽ കോപം ഏറ്റുവാങ്ങേണ്ടി വരും. അതേപോലെ തന്നെ ചിലർ വടക്കുന്നുള്ളവർ ആദ്യം വായുമേൽ കയറിയിട്ട് ഇങ്ങനെ ദിശ തെറ്റിച്ച് അവസാനം വന്ന് ശ്രീരാമനെ കണ്ടു കഴിഞ്ഞാലെല്ലാം നിങ്ങൾക്ക് ഒരിക്കലും ഗുണം കിട്ടില്ല, ദോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കണ്ടതിന് ശേഷം രണ്ടാമത് ഇത്തിരി ത്യാഗം സഹിച്ച് തന്നെ പോകേണ്ടി വരും. കാരണം ശ്രീരാമനെ കണ്ടതിന് ശേഷം ഇരിങ്ങാലക്കുടയ്ക്ക് പോയാലേ കൂടൽമാണിക്യം എത്താൻ പറ്റുള്ളൂ. അപ്പോൾ കൂടൽമാണിക്യത്തിലേക്ക് പോകുന്ന വഴിക്കാണ് നമുക്ക് മൂഴിക്കുളത്ത് ലക്ഷ്മണ പെരുമാളിനെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ കണ്ടുവച്ച് അങ്ങോട്ടൊന്ന് പോകാമെന്ന് കരുതണ്ട. രണ്ടാമത് പോയി ഭരതനെ കണ്ട് മൂന്നാമത് വന്ന് ലക്ഷ്മണനെ കണ്ട് വീണ്ടും കറങ്ങി നാലാമത് പായുമൽ പോകണം. അല്ലാതെ ഓർഡർ തെറ്റിച്ച് ശത്രുഘ്നെ എല്ലാം കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള ശത്രുവിനെ നിഗ്രഹിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഭഗവാൻ ശത്രുവായിട്ട് വരും. അപ്പം ഇങ്ങനെയുള്ള കാര്യമെല്ലാം അറിഞ്ഞിരിക്കണം. നമ്മൾ ചാടി പുറപ്പെടുമ്പോൾ ഈ രാമായണ മാസമൊക്കെയാണ് ഇപ്പോൾ ഈ എപ്പിസോഡ് ഇങ്ങനെ പറയാൻ തന്നെ ഉള്ളൊരു കാരണം. നമുക്ക് രാമായണ മാസത്തിൽ കർക്കിടക മാസത്തിൽ തന്നെ ഭഗവാനെ കാണാൻ പറ്റില്ല. അതുകൊണ്ടുള്ളൊരു വിഷമമൊന്നും ആരും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോയി കണ്ടാൽ മതി. പിന്നെ രാമായണം വീടുകളിലെല്ലാം വായിച്ചാൽ വളരെ നല്ലത് തന്നെയാണ്. അതേപോലെ തന്നെ രാമായണം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, സാഹോദര്യം, മാതാപിതാക്കളോടുള്ള കടമ കടപ്പാട് ഇതെല്ലാം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പുരാണങ്ങൾ നമ്മൾ ഉദ്ഘോഷിക്കുന്നത്. നമ്മൾ സഹോദര സ്നേഹം, അതേപോലെ മാതാപിതാക്കളോടുള്ള സ്നേഹം ഇതെല്ലാം അറിയിക്കുന്നതിനാണ് നമ്മുടെ പുരാണങ്ങൾ. അതേപോലെ പുരാണങ്ങളിൽ കാണുന്നത് എല്ലാം 100% സത്യമാണെന്ന് ഒരിക്കലും വിശ്വസിക്കേണ്ട. ഇതെല്ലാം നമ്മൾ മുമ്പ് എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ പുരാണങ്ങളെല്ലാം സത്യവും മിഥ്യയും കൂടി കലർന്നു തന്നെയാണ് പോകുന്നത്. പകുതി നുണയായിരിക്കും, അതിൽ ഒരു തർക്കമില്ല. ഇനിയിപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഇങ്ങേര് വന്നിരുന്ന് വേണ്ടാത്ത വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു പറഞ്ഞ് ചിലർ നമ്മളെ ക്രോസ് ചെയ്യാനൊക്കെ വരും. അപ്പോൾ എന്തായാലും ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഫോണും നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ കൗമുദിയിലേക്ക് തന്നെ എഴുതി അറിയിക്കുക. അല്ലാതെ ഫോണിലൂടെ വിളിച്ച് ഇനി അങ്ങനെ കുറച്ച് ചീത്ത പറയാമെന്ന് വെച്ചാലൊന്നും നടക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി പറയാണ്. അപ്പോൾ രാമായണ മാസത്തെക്കുറിച്ച് ഇത് പറയാനുള്ളൊരു കാരണം, ഈ രാമായണ മാസം എന്ന് പറയുന്ന കർക്കിടക മാസത്തിൽ ഇങ്ങനെ ഒരു ആചാരം കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതേപോലെ ഈ കർക്കിടക മാസത്തിൻ്റെ കഥ ഇവിടെ തീരുന്നില്ല. ഇതിനുള്ളൊരു വഴിപാട് അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ട് കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞ് നിർത്തുന്നതായിരിക്കും. അപ്പോൾ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ കത്തുകളായി ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം പ്രണവം, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നിങ്ങളുടെ സംശയങ്ങൾ കത്തുകൾ എല്ലാ തവണയും വായിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ഒരു പൊതുവായ ചോദ്യം എന്നുള്ള നിലയിൽ ഇവിടെ ചോദിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കത്തുകൾ അയക്കുക. നന്ദി, നമസ്കാരം. ഒരു മത്സരത്തിൽ, ഒരു തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 60 MP-മാരുടെയും 60 MLA-മാരുടെയും പിന്തുണ ആ വ്യക്തിക്ക് വേണ്ടതാണ്. അങ്ങനെ ഒരു പിന്തുണ ഇതുവരെ നേടാൻ പത്മരാജൻ എന്ന് പറയുന്ന വ്യക്തിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി എന്നുള്ള ഒരു ഇലക്ഷനിലേക്ക്, ആ ഒരു ഫേസിലേക്ക് കടക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 15,000 രൂപ തിരികെ ഉടൻ തന്നെ കൈപ്പറ്റുന്നതായിരിക്കും അദ്ദേഹം. ഈ മാസം അവസാനത്തോടുകൂടി അദ്ദേഹത്തിന് കിട്ടുമായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഓരോ വ്യക്തിക്കും ഓരോ ജീവിത കഥകളുണ്ട്. അതെ, ഇങ്ങനെ വ്യത്യസ്തമായ പലതരം കഥകളുണ്ടാവും. നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് കഥകൾ ഓരോ വ്യക്തിയിലും ഉണ്ടാവും. നമ്മൾ ഓരോരുത്തരും ഓരോ കഥകളുടെ ഒരു വലിയ ഭണ്ഡാരമാണ്. അപ്പോൾ പതുക്കെ ഓരോരോ കഥകളുമായി നമ്മൾ വരാം. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം. ബൈ.